കണ്ട ചൂട് വെള്ളത്തിൽ ഇങ്ങനെ കൈ ഇങ്ങനെ മുക്കുക കൈ. അപ്പൊ ഞാനിപ്പോ ഉള്ളത് സുൽത്താൻ ബത്തേരിയാണ്. അപ്പൊ ഞാനിന്ന് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഊട്ടിയിലേക്കാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് തവണ ഊട്ടിയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇക്കുറി കുറച്ച് പ്ലേസ് നമ്മൾ കവർ ചെയ്യാനാണ് നമ്മളിന്ന് പോകുന്നത്. പിന്നെ നമ്മൾ ടെൻ്റെല്ലാം എടുക്കുന്നുണ്ട്. ടെൻറ്റ് സ്റ്റേ ഒക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഇറങ്ങാനാണ് വിചാരിച്ചത്. പക്ഷെ മഴയെല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് കുറച്ച് വൈകിപ്പോയി. അപ്പോൾ ഇപ്പോൾ ഏകദേശം 10 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ സുൽത്താൻ ബത്തേരി ഇവിടെ ഒരു പള്ളിയില്ല, ആ പള്ളീൻ്റെ കുറച്ച് ഇപ്പറാണുള്ളത്. നമ്മളിപ്പോൾ നേരെ പോവാണ്. അനന്തമുണ്ട് ഇവിടുന്ന്. അപ്പോൾ വണ്ടി കൊണ്ടുപോയി നിർത്തിയ ഒരു എന്താ പറയുക ഇറുമ്പലുള്ള സ്ഥലമാണ്. ചൊറിയുന്നുണ്ടാണ് ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ 9th മൈലിലുള്ളത്. നല്ല മഴയാണ് ഇവിടെ. ഇപ്പോൾ നമ്മളൊരു കടയിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് എനിക്ക് ഗൂഡല്ലൂരേക്ക് ഒരു 12 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 5 രൂപയ്ക്ക് കടി കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇന്ന് കടിയെല്ലാം വളരെ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ ഞായറാഴ്ച ആയതുകൊണ്ട് കടി വളരെ കുറവാണ്. അത് ആളെല്ലാം കുറവുള്ളതുകൊണ്ടാണ്. അപ്പോൾ അനന്തോ ഇങ്ങനെ കിടലം മഴ ഈ തണുപ്പ് നല്ലൊരു ചായ. അങ്ങനെ ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ടാണുള്ളത്. ഇവിടെ മഴയൊന്നുമില്ല. ഞങ്ങള് കോട്ടെല്ലാം ഒഴിവാക്കി. ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. ഇനി പോവാടാ അമ്മ, സമയം പോയി. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. ഇനിയിപ്പോൾ ഒരു 2 മണിക്കൂർ കൊണ്ട് ഊട്ടി എത്തുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അങ്ങോട്ടേക്ക് മഴയില്ലെങ്കിൽ അടിപൊളിയാവും. നമ്മളങ്ങനെ മുതുമല ടൈഗർ റിസർവിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു ടൗൺ ആട്ടോ. കാരണം അത്യാവശ്യം നല്ല തിരക്കല്ലുള്ളൊരു ടൗണാണ് ഇത്. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ട്. ചെറിയ ചെക്കന്മാർ സ്കൂളൊക്കെ പൂട്ടിക്കൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യുക കച്ചവടത്തിന് ഇറങ്ങിയിട്ടുണ്ട്. ആ മാങ്ങ നമ്മളെ നാട്ടിലുള്ള ചാമ്പക്കയില്ലേ, ചാമ്പക്ക ഉപ്പിലിട്ടത്, ചക്ക. അപ്പോൾ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുക സ്കൂൾ പൂട്ടിക്കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. കുട്ടികളെല്ലാം ഇപ്പോൾ എന്തെന്ന് ഊട്ടിയിലേക്ക് എല്ലാവരും വരുന്നത്. അപ്പോൾ ഇനിയുള്ള അങ്ങോട്ടേക്ക് റോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാട്ടിൻ്റെ ഉള്ളിൽ കൂട്ടിയാണ്. അപ്പോൾ അഞ്ച് പോരാ നമുക്ക്. ഇതാണ് ഗേസ് മസനഗുഡി റോഡ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലെത്തിയിട്ടുണ്ട്. നല്ല മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴയാണ്. കാരണം അങ്ങ് നിങ്ങോളം, അതായത് നമ്മൾ മസനഗുഡി വഴിയാണ് വന്നത്. ഏകദേശം 36 എയർപിന് വളവുണ്ട്. അപ്പോൾ മഴക്കാലത്ത് വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറൊക്കെ എടുത്ത് വരുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരുന്ന ടൈമിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പാറ, അതായത് മഴ ആയതുകൊണ്ട് തന്നെ എന്തെന്ന് മണ്ണിടിച്ചിലൊക്കെ ഉണ്ട്. അപ്പോൾ ബൈക്കെല്ലാം എടുത്ത് വരുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണോ, കോട്ടും ജാക്കറ്റും എല്ലാം ഇട്ടിട്ടാണ് വരാവും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യെല്ലാം കണ്ട എൻ്റെ കയ്യപ്പാട് മരവിച്ച് വയ്ക്കും. അപ്പോൾ ഇതാ ഞാളിപ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഊട്ടിയിൽ വരുമ്പോൾ, അതായത് മലയാളി ഫുഡ്, അതായത് നമ്മൾ മലയാളികൾ ഇവിടെ ഊട്ടിയിലേക്ക് വരുമ്പോൾ നമ്മളെ ഈ ടേസ്റ്റിൽ ഒത്തിട്ടുള്ള ഫുഡ് കിട്ടാറില്ല. അപ്പോൾ അതിന് അത് അങ്ങനെയുള്ളൊരു ഫുഡ് കിട്ടുന്നൊരു സ്ഥലമാണ് റോയൽ പ്ലാസ. അപ്പോൾ നമ്മളിവിടെ കയറിയിട്ട് ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ നമ്മളിന്നത്തെ സ്റ്റേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂനൂര് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് വെങ്കടേശ്വര ലോഡ്ജ്. അപ്പോൾ ഇവരുടെ അടുത്ത് ലോഡ്ജ് അല്ലാണ്ടത് ഹോട്ടലുണ്ട്, അതുപോലെ തന്നെ ബാറുണ്ട്. ഇത് നമ്മൾ രണ്ടാമത്തെ, അതായത് നമുക്ക് ഒരു ദിവസത്തെ താമസം വേണ്ടു. അപ്പോൾ നമ്മൾ വളരെ റേറ്റ് കുറവുള്ള റൂമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസത്തേക്ക് പെർ ഹെഡ് വരുന്നത് 700 രൂപയാണ്.
അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൂനൂരാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ മറ്റേ മൗണ്ടൻ ട്രെയിൻ ഓൾറെഡി ബുക്ക് ചെയ്താണ്. പക്ഷേങ്കിൽ എന്ത് ചെയ്ത് ഇപ്പം മഴയെല്ലാം ആയതുകൊണ്ട് തന്നെ നിന്ന് ട്രാക്കിൻ്റെ മുകളിൽ കല്ലും മണ്ണൊക്കെ ഇടിഞ്ഞു വീണുകൊണ്ട് അത് ക്യാൻസലായി. അപ്പോൾ നമ്മളിന്ന് രാവിലെ തന്നെ അവിടെ പോയി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ക്യാൻസലായി. 10:45 ട്രെയിനാണ് നമുക്കുള്ളത്. അപ്പോൾ അത് ഓൾറെഡി ക്യാൻസലായി. അപ്പോൾ പിന്നെ രണ്ടാമത്തെ ട്രെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ട്. പിന്നെ 12:30-ക്കാണ് ട്രെയിൻ ഉള്ളത്. അപ്പോൾ 12 മണിയാകുമ്പോഴേക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനന്ത് നമ്മൾ അടുത്തേക്കടെ പോകാൻ വിചാരിക്കുന്നത് നമ്മളാദ്യം ചായ കുടിക്കുക. ഇപ്പോൾ ഇവിടെ നല്ല തട്ടിട്ടിട്ടുന്ന സ്പോട്ടുണ്ട്, അവിടെ പോകുക. അതിന് ശേഷം നമുക്ക് എന്താക്കുക, ഡോൾഫിൻ നോയ്സ് അങ്ങനത്തെ കുറച്ച് സ്ഥലമില്ല, ലാൻഡ് അടുത്തേക്ക്. അപ്പോൾ കുറച്ച് നല്ല നല്ല പ്ലേസ് ഉണ്ട്. അപ്പോൾ അവിടത്തേക്കെല്ലാം നമ്മൾ പോവാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യട്ടെ, ചായ കുടിക്കട്ടെ. അത് നല്ല പഴക്കമുള്ള ഒരു ചായക്കടയാണ്. ചായക്കട അല്ല, ഹോട്ടൽ എന്ന് പറയാം, റെസ്റ്റോറൻറ്റ് എന്ന് പറയാം. നല്ല അടിപൊളി 1950 അങ്ങനെ സംതിങ് ആയിട്ടുള്ള ഒരു സ്ഥലമാണത്. അനന്ത് ഇനി എന്താ പുറത്ത് വെക്കുന്നത്? സമയം 8 മണിയായിക്കാളൂ. 8:30 ഇവിടെ സെറ്റപ്പ് ആക്കുക, സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നലെ വന്ന പോലെ തന്നെ മൂഞ്ചൂല. ഇന്നെന്തായാലും കിട്ടൂല, നമ്മളെ നേരത്തെ എത്തിക്കില്ല. ഇന്ന് കിട്ടും ഷുവർ. ഇന്നലെ രാത്രി 8:45 ഇവിടെ വന്നേ, അപ്പോഴത്തേക്ക് ക്ലോസ് ആവുകയും ചെയ്തു. ഇന്ന് കിട്ടൂടാ. ഇത് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ്. നമ്മൾ നോക്കാം. അങ്ങനെ നമ്മൾ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്പെഷ്യലായിട്ടുള്ള തട്ടിഡ്ഡലി. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ടോക്കൺ എടുക്കുക. ടോക്കൺ എടുത്ത് കഴിഞ്ഞാൽ ആ ടോക്കൺ നമ്പർ വിളിക്കും. ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ പോയിട്ട് പിക്ക് ചെയ്താൽ മതി. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പകുതി ഇങ്ങനെ എടുക്കുക, പകുതി മുറിച്ചിട്ട് ചമ്മന്തി ഇങ്ങനെ കൂട്ടുക. എന്നിട്ട് അത് സൂപ്പർ സാധനം. അപ്പോൾ എന്തായാലും കഴിച്ചിരിക്കണം നിങ്ങൾ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫുഡും കഴിച്ച് ഇറങ്ങി. അപ്പോൾ നമ്മൾ നേരെ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോൾഫിൻ നോയ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 14 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവാം. നമ്മളിങ്ങനെ ലാംസ്റ്റോക്കിൽ ഇങ്ങനെ പോകുന്ന ടൈമിലാണ് ഈ ഒരു വ്യൂ കണ്ടത്. അപ്പോൾ വണ്ടി അവിടെ നിർത്തി ഇതാ അനന്തുകൊണ്ട് ഇവിടുന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. നല്ല അടിപൊളി വ്യൂ കേട്ടോ. കാരണം ഇന്നലെ നല്ല മഴയേനു. അപ്പോൾ ഇന്ന് മഴ കുറച്ച് കുറവുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സ്ഥലവും കവർ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കണ്ടോ എന്താ രസം കാണാൻ ഇവിടുന്ന്. അപ്പോൾ ഊട്ടിയിലൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ വരണം കേട്ടോ. അല്ലാണ്ട് മെയിൻ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ കണ്ടിട്ട് വേഗം പോകുന്ന പരിപാടിക്ക് നിൽക്കണ്ട. ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഊട്ടിയിൽ കാണാൻ. അങ്ങനെ നമ്മൾ വന്നിട്ടുണ്ട്. വണ്ടി താഴെ വെച്ചു. ഇനി അങ്ങോട്ടേക്ക് നടക്കുകയാണ് വേണ്ടട്ടോ. അപ്പോൾ എത്തിയ ടൈമിൽ തന്നെ നല്ല കോടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് കോടയാണ്. എന്താ അനന്തുകൊണ്ട് മുകളിലോട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ടിക്കറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ അഡൽറ്റിന് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 30 രൂപ, ചിൽഡ്രൻസിനും 10 രൂപ, പിന്നെ സ്റ്റിൽ ക്യാമറ അങ്ങനത്തെ ആണെങ്കിൽ 30 രൂപ, വീഡിയോ ക്യാമറയ്ക്ക് 100 രൂപയാണ്. അപ്പോൾ നല്ല കോടയാട്ടോ. അനന്തുകൊണ്ട് കയറുന്നേ. ഇന്ന് മഴ തീരെ ഇല്ല കേട്ടോ. അമ്മോ എന്താ പറയുക, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ഇതുപോലത്തെ കോടയൊന്നും നമുക്ക് കിട്ടിയില്ല കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷം കേട്ടോ. ഞാൻ ഊട്ടിയിൽ വന്നിട്ട് ഇതുവരെയായിട്ടും ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയില്ല കേട്ടോ. എടാ മോനെ അന്തു, ഞാൻ എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നു കേട്ടോടാ. ഈ ചിരിക്കട്ടടാ കള്ള. അമ്മോ എന്താണ് ഒരു രസമല്ലേ അമ്മോ. അപ്പോൾ അതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മേലോട്ടും ഉണ്ട് കുറച്ച് ഭാഗം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള കുറച്ച് എന്താ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തതിന് ശേഷം മാത്രം നമ്മൾ മേലോട്ടേക്ക് പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടും ഒരു ചെറിയൊരു സ്ഥലം ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ താഴെ വരെ വന്നില്ല. അപ്പോൾ മുകളിലോട്ടേക്ക് കയറാമല്ലോ. ഭയങ്കര കിതപ്പ്. അമ്മ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ആണോ താഴോട്ടേക്കെല്ലാം കാട്ടിൻ്റെ ഉള്ളിൽ കൂട്ടെല്ലാം ഇറങ്ങാം വേണ്ട. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അട്ട ഉണ്ടാവും. കയ്യേട്ടൻ പറഞ്ഞേക്ക് അട്ട ഉണ്ടാവും. അതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കുമെന്ന്. അപ്പോൾ ലാൻഡ് റോക്കിൻ്റെ മെയിൻ വ്യൂ പോയിൻ്റാണ് ഇത് കേട്ടോ. താഴെ വ്യൂ പോയിൻ്റ് തന്നെയാണ്. പക്ഷേങ്കിൽ അതിനെക്കാട്ടും കൂടുതലായിട്ട് കാണാനും പിന്നെ നമുക്ക് ഫോട്ടോ എല്ലാം എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഏരിയ ആണ് ഇത് കേട്ടോ. മേലെ എന്താ വിശ്രമിക്കാനെല്ലാം പറ്റിയിട്ടുള്ളൊരു സ്ഥലം. എന്താ പറയുക, ഒരു ചെറിയൊരു സെറ്റപ്പ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ്. ഇവിടെ എല്ലാവരും ഇപ്പോൾ കുറച്ച് ആളുകളുണ്ട് ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മേലോട്ട് കാര്യം കേട്ടോ. നാട്ടിലുള്ള വ്യൂ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
അപ്പോൾ നമ്മളിതാ മേലുള്ള ടോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ എന്താ വെച്ചാൽ മഴയെല്ലാം പെയ്യുമ്പോൾ നമുക്ക് മഴയൊക്കെ പെയ്യുന്ന ടൈമിൽ ഇവിടെ ഇരിക്കാനെല്ലാം പറ്റും കേട്ടോ. ഇതുണ്ടോ കോട ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ, അടിച്ച് കയറുന്ന കോട. എന്താ പറയുക, നല്ല അടിപൊളിയായിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണിത് കേട്ടോ. അപ്പോൾ ഊട്ടിയിൽ വരുമ്പോൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് വരിക കേട്ടോ. വരുന്നവർക്കെല്ലാം ഇഷ്ടപ്പെടും കേട്ടോ, നല്ലൊരു അടിപൊളി സ്ഥലമാണിത് കേട്ടോ. ഇന്നങ്ങനെ അധികം ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്ത് ഇതിന് നല്ല നമുക്ക് വീഡിയോ എല്ലാം എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സെറ്റപ്പാണ് കേട്ടോ. എന്താ പറയുക, ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നമ്മളിങ്ങോട്ട് മഴ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, മഴയാണ് ശ്രദ്ധിക്കണം, കാരണം ഉരുളൊക്കെ പൊട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ ആദ്യം കുറച്ച് പേടിച്ചു, പക്ഷെ ഇവിടെ എത്തിയാൽ എന്താ പറയുക, ഭയങ്കര ഹാപ്പിയാണ്. എടാ അനന്തു, നമുക്ക് അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയാലോ? അടുത്ത സ്ഥലം പിടിക്കാം. അടുത്ത സ്ഥലം എടിയാ? ഡോൾഫിൻ നോയ്സ്. എന്നാ വിടല, ഇതേ ക്ലൈമറ്റ് ആയിരിക്കില്ല അവിടെ ഉണ്ടാവാ? അവിടെ പൊളിയാ പൊളി. എന്നാ വിടലാ. അപ്പോൾ നമ്മൾ ഡോൾഫിൻ നോയ്സിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ എന്താ വെച്ചാൽ കേട്ടോ, പോകുന്ന വഴിയെല്ലാം നല്ല അടിപൊളി ക്ലൈമറ്റ് ആട്ടോ. കാരണം എന്താ കോട ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ നമ്മൾ നിർത്തിയിട്ട് വണ്ടീൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി സീനറി കേട്ടോ, ഫോട്ടോയും വീഡിയോസ് എല്ലാം എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഡോൾഫിൻ നോയ്സ് പോകുന്ന വഴിയിലാണ്. അപ്പം ഇവിടെ ഒരു ടിക്കറ്റ് എടുക്കണം, പാർക്കിങ്ങിൻ്റെ 20 ഉറുപ്പ്യാണ്. ഇങ്ങോട്ടേ പോകുന്ന വഴി ഒരു രക്ഷയില്ല, 2 സൈഡിലും തേയിലത്തോട്ടം, അതിൻ്റെ നടുക്കൂടിയുള്ള റോഡ്. വാ, ഒന്നും പറയുമല്ലോ, ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്ക്. നല്ല അടിപൊളിയായിട്ടുള്ള റൂട്ടാട്ടോ ഇത്. അപ്പോൾ ഇതിലൂടെ വരുന്നവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ? വേറെ ലെവലാണ്, അടിപൊളിയാ. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അങ്ങനെ നമ്മൾ ഡോൾഫിൻ നോയ്സിൻ്റെ വ്യൂ പോയിന്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, അപ്പോൾ അവിടത്തേക്ക് പോവാണ്. അപ്പോൾ ടിക്കറ്റ് റേറ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അഡൽറ്റിന് 30 രൂപയാണ്, ചിൽഡ്രൻസിന് 10 രൂപ. പിന്നെ ക്യാമറ എല്ലാം കൊണ്ടുവരുന്നത് നേരത്തെ നമ്മൾ മറ്റേ ഇവിടെ കാര്യ പോലെ തന്നെ, ഇവിടെ ലാൻഡ് റോക്കിലേക്ക് കാര്യ പോലെ തന്നെയാണ് ഇവിടെ അതേ റേറ്റ് തന്നെയാണ് വരുന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കാര്യം കേട്ടോ. പക്ഷെ ഇവിടെ മുന്നോട്ട് പോകാനുണ്ട്, മഴയിലായതുകൊണ്ട് ഫുള്ള് ചളിയാട്ടോ അവിടെ. ഇതാണ് ഡോൾഫിൻ നോയ്സിൻ്റെ ഒരു ഏരിയ വരുന്നത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരുന്ന ടൈമിൽ തന്നെ അവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് അവിടെ. ഇപ്പോൾ കോട ആയതുകൊണ്ടാണ് കാണാത്തത്, കോട കുറഞ്ഞു കഴിഞ്ഞാൽ റെഡിക്ക് കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോൾഫിൻ നോയ്സിലാണ് ഉള്ളത്. അപ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ, ലാൻഡ് സ്ലോക്കിനെക്കാളും കൂടുതൽ ആൾക്കാർ ഇവിടെയാണുള്ളത്. ഇതൊരു സൂയിസൈഡ് പോയിന്റ് ആണ്. അപ്പോൾ ഇപ്പോൾ അത് മൊത്തം ക്ലോസ് ആക്കിയിട്ടുണ്ട്. എന്നാലും കാണാനൊക്കെ ഒരു അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയാണ് സൂപ്പർ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എന്താ പറയുക, 2 ഭാഗത്തും തേയിലത്തോട്ടങ്ങളെല്ലാം ആയിട്ട് അതിൻ്റെ നടുവ് കൂട്ടുള്ള റോഡ് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് എന്ന് വെച്ചാൽ മലയാളികൾ അങ്ങനെ നമ്മൾ അധികം കണ്ടിട്ടില്ല, കൂടുതലായിട്ട് കന്നഡക്കാരും തമിഴന്മാരാണുള്ളത്. അപ്പോൾ എന്തായാലും ഊട്ടിയിൽ വരുമ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ വരാൻ ശ്രമിക്കട്ടോ, നല്ലൊരു അടിപൊളിയായിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നല്ല മഴയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 2:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ബേക്കറിയിലാണുള്ളത്. ഏകദേശം 100 വർഷം പഴക്കമുള്ള മൂന്നൂരിൽ തന്നെയുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ബേക്കറിയാണ്. അപ്പോൾ ഇതാണ് ആ ബേക്കറി. അപ്പോൾ ഏകദേശം ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1880 ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്, മഴ ഉള്ളതുകൊണ്ടാണ്. പിന്നെ അനന്തോണ്ട് ഉള്ളിൽ അപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു സാധനമുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് പറഞ്ഞത് കേട്ടോ. ഇതാണ് ക്രൗൺ ബേക്കറി. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഹണി കേക്കും ബട്ടർ ബന്നുമാണ് നമ്മൾ കഴിച്ചത്. സൂപ്പർ സാധനമാണ്. അപ്പോൾ ഊട്ടിയിൽ വരികയാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റംസ് ആണ്.
നമ്മുടെ ഈ കെറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമ്മുടെ ജയറാമേട്ടൻ്റെ സമ്മറീൻ ബദലേഹവും പിന്നെ അതുപോലെ തന്നെ ചിത്രം പിന്നെ നമ്മുടെ ഷാറൂഖ് ഖാൻ്റെ ഒരു പടയിലാണോ ചെയ്യ 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 എന്നുള്ള അതിൻ്റെ പേരെനക്ക് അറിയില്ല, അതുകൊണ്ടാണ് പാട്ട് പാടിയത്. അപ്പോൾ ആ ഒരു ലൊക്കേഷനും കൂടിയാണ് നമ്മുടെ ഈ കെറ്റി കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള സീനറി കേട്ടോ ഇവിടെ. കാരണം പൈൻമരം, അതിൻ്റെ ഉള്ളിൽ കൂടെ ട്രെയിന്, നല്ല എന്താ പറയുക നല്ലൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ടെൻ്റ് അടിക്കേണ്ടിയിട്ടാണ് ഇതിലൂടെ വന്നത്. അന്നേരമാണ് ഈ റെയിൽവേ സ്റ്റേഷൻ കാണുന്നത്. എന്താ പറയുക ഭയങ്കര ഹാപ്പി കേട്ടോ. നല്ല മഴയും ഉണ്ട്. അപ്പോൾ റോഡൊക്കെ ചെറുതായിട്ട് ഇറങ്ങുന്നുണ്ട്. നമ്മൾ ടെൻ്റ് അടിക്കേണ്ട ഒരു സെറ്റപ്പ് നോക്കിയത് ഇവിടെ എവിടെയെങ്കിലും നല്ലൊരു സ്ഥലം കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ടെൻ്റ് അടിക്കും, ഇല്ലെങ്കിൽ നമ്മൾ ടെൻ്റ് അടിക്കലുണ്ടാവില്ല. കാരണം യെല്ലോ അലേർട്ടാണ് ഇവിടെ. കുറച്ച് സീനായതുകൊണ്ടാണ് പ്രശ്നം. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് വീട്ടിലേക്ക് തിരിക്കട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓറഞ്ച് അലേർട്ടാണ്. ഭയങ്കര സീനാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2-3 സ്ഥലത്ത് ടെൻ്റ് അടിക്കേണ്ടിയിട്ടൊക്കെ നിർത്തിയിരിക്കും. പക്ഷേ അതിനൊന്നും ഒരു വഴിയില്ല, ഒന്നും നടന്നില്ല. അത് 2 സ്ഥലത്ത് ചെന്ന് നോക്കി. അപ്പോൾ ആണെന്നല്ല ആൾക്കാർ പറയുന്നത് വെച്ചാൽ ഇവിടെ നിൽക്കണ്ട, വിട്ടോ ഉരുളൊക്കെ പൊട്ടും എന്നെല്ലാം പറഞ്ഞിട്ട് എന്തെല്ലോ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അവിടെ നിന്നിട്ട് അഥവാ എന്തെങ്കിലും അപകടം എല്ലാം വന്നിട്ടുണ്ട് ഭയങ്കര. ഇവിടെ നമ്മൾ രാവിലെ നമുക്ക് കുറച്ച് സ്ഥലം മാത്രം കവർ ചെയ്യുമ്പോഴൊക്കെ ഒരു ഉച്ച വരെ നമുക്ക് കുഴപ്പമില്ലാണ്ട് ഇല്ല. പിന്നെ അതിനുശേഷം പിന്നെ ഫുള്ള് മഴയാണ്. മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മഴയാണ്. കയ്യെല്ലാം ഇങ്ങനെ വിറക്കുന്നുണ്ടോ. ഇത്രയും നേരം ഇവനാ വണ്ടി എടുത്ത്, ഇനി ഞാനാ വണ്ടി എടുക്കുന്നത് അവസ്ഥ കേട്ടാ. അപ്പോൾ ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഷുവറായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, ടെൻ്റ് അടിക്കും. ഞങ്ങൾ ഉറപ്പാണ്. ഒന്ന് മഴയിലൊന്ന് കുറയട്ടെ. എന്തായാലും ഞങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ടെൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് നല്ല ഒരുപാട് വീഡിയോസ് ഒക്കെ ഉണ്ട് ഞങ്ങൾ ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തി. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ കേട്ടോ? അനുമാപുരം. ഗൂഡല്ലൂർ ഇവിടുന്ന് ഒരു എത്ര കിലോമീറ്റർ ഉണ്ടാവും ഗൂഡല്ലൂരേക്ക്? ഒരു 1/4 കിലോമീറ്റർ ഉള്ളു ഇവിടുന്ന് ഗൂഡല്ലൂരേക്ക്. തണുപ്പ് എന്ന് വെച്ചാൽ ഇതാ ഇവിടുന്ന് നമ്മളെ ഗണേശ് ചേട്ടനും പാപ്പാത്തി ചേച്ചിയും ഞങ്ങൾക്ക് മാഗി ഉണ്ടാക്കുന്നുണ്ട്. ഇതാ അനന്ത് കണ്ടാ ചൂട് വെള്ളത്തിൽ ഇങ്ങനെ കൈ ഇങ്ങനെ മുക്കുക. കൈ ഒന്നും പറയണ്ട. അവസാനം എന്താ പറയാ, കണ്ണുന്നില്ല കേട്ടാ. മുകളിൽ എപ്പാട് ചോന്നു പോയിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാപ്പാത്തി ചേച്ചി. അപ്പോൾ ഞാള് ഗൂഡല്ലൂരേക്ക് 1/4 കിലോമീറ്ററും കൂടിയാണല്ലോ. 1 കിലോമീറ്ററേ ഉള്ളൂ. 1 കിലോമീറ്ററും കൂടിയാണല്ലോ കേട്ടോ ഗൂഡല്ലൂരേക്ക്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ നല്ല തണുപ്പായതുകൊണ്ട് ഇവിടുന്ന് ഒരു മാഗി ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ പാപ്പാത്തി ചേച്ചിൻ്റെ സ്പെഷ്യൽ മാഗി അതന്നെ. അപ്പോൾ നമ്മളെ മാഗി സാധനം ചേച്ചി സെറ്റായിട്ട് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ കൂടി കിട്ടണം. തണുപ്പിലിങ്ങനെ അപ്പോൾ നമ്മളെ ചേച്ചിൻ്റെ ചായ റെഡിയാക്കുന്നത്. നല്ല ചൂട് മേഖല. നമ്മുടെ ചൂട് മാഗി റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഒരു മേഘ നടികളല്ല. ഹാപ്പി